ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഇത് മാനാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴി കണ്ടതാണ്. മാനിങ്ങനെ അനങ്ങാതിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ സിൽവർ സ്റ്റോം ഹോട്ടലിലെത്തി. സ്നോ സ്റ്റോമിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ റൂം എടുത്തത്. പിന്നെ മുകളിൽ 3 റൂമും താഴെ 2 റൂമും ഒക്കെ ആയിട്ടാണ് നമ്മളെടുത്തത്. മുകളിലത്തെ 2 റൂം ഇങ്ങനെ അടുത്തടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചവിടെ സ്വിച്ചൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു 2 to 3 hours റെസ്റ്റ് ചെയ്യാനുണ്ട്. ആ ടൈമിൽ ഞാനിങ്ങനെ ഹോട്ടലൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു 6:30-6:45 ആകുമ്പോൾ നമ്മൾ സ്നോ സ്റ്റോമിലോട്ട് പോകും. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ബാൽക്കണിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഈസ്റ്ററ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളൊരു റിസോർട്ടായിട്ട് എനിക്ക് തോന്നി. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഹോട്ടലാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പുറത്തെ റൂമൊക്കെ ആയിട്ട് സെയിം സെറ്റപ്പിൽ തന്നെയായിരുന്നു 2 കേട്ടോ. ഞാൻ ഇവിടുത്തെ നമുക്ക് ബാൽക്കണി വ്യൂ എന്താണെന്ന് നോക്കാം. ഇവിടെ പിന്നെ അതേപോലെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് റോഡ് വ്യൂ കുറച്ചുകൂടെ കിട്ടുന്നുണ്ടായിരുന്നു. താഴെയെന്ന് പറയുമ്പം നമുക്ക് ബാൽക്കണിക്ക് പകരം ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് മഴയുള്ള ടൈമിൽ നമുക്കവിടെ ഇരിക്കാൻ പറ്റത്തില്ല. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. താഴത്തെ റൂം ഇങ്ങനെ ആയിരുന്നു. രാത്രിയപ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ സ്നോ സ്റ്റോമിലോട്ട് പോവാണ്. സ്നോ സ്റ്റോമിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ. നമ്മളവിടെ സോക്സൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുക. എല്ലാവർക്കും സോക്സ് വേണം. ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ തരും. കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പാൻറ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും കൈയൊക്കെ നൈസ് പാൻറ് ഇട്ടുകൊണ്ട് വന്നിട്ട് കുറച്ച് പണി കിട്ടി. ഭയങ്കര തണുപ്പായിരുന്നു. എന്തായാലും മോന് ഞാൻ ജീൻസും കട്ടിയുള്ള ഉടുപ്പൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ട് വന്നിരുന്നത്. ഇപ്പം വലിയവർക്ക് പാൻറ്റില്ല, കുട്ടികൾക്ക് മാത്രമേ ഫുൾ ഇതുള്ളൂ. അപ്പം അകത്ത് കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത്. എൻ്റെ മോൻ ഇങ്ങനെ ചുമന്നിട്ട് സ്ട്രോബെറി പോലായി. കുറേ നേരം നിന്നില്ല. അവൻ ഇക്കായിരുന്നു എടുത്തിരുന്നത്. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ഇല്ല, ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവർ പുറത്തോട്ട് പോയി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മണാലിയൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ട്രയലായിട്ടൊക്കെ ഇവിടെയൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. ഒരു എന്തൊക്കെ കയ്യിൽ കരുതണം എന്ന് മനസ്സിലാവും. പിന്നെ അവിടെ കുറേ പ്ലേ ഏരിയൊക്കെ ഉണ്ടായിരുന്നു. സ്ലൈഡർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇഗ്ലൂ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അത്യാവശ്യം നോർമലായിരുന്നു കേട്ടോ തണുപ്പൊക്കെ. പിന്നെ നമുക്ക് സ്ലൈഡർ, അതിനകത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചായിരുന്നു ഇരിക്കാൻ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോയിൽ. പിന്നെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്ന കുറേ പാലങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് പകുതി ആസ്വദിക്കാൻ പറ്റുള്ളായിരുന്നു. ഒരു മാസ്കെങ്കിലും എടുത്തായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു. അവസാനം ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ. അതാണ് ഈ കാണുന്നത്. ഒരു പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് DJ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് മൊത്തത്തിലുള്ളൊരു വ്യൂ എടുത്തതാട്ടോ. ആ ഒരു ഏഞ്ചലിൻ്റെ ആ സംഭവം ഇരിക്കുന്നില്ലേ, അവിടെയാണ് DJ സെക്ഷൻ, ഇഗ്ലൂ. പിന്നെ ഇഗ്ലൂവിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും വലിയ തണുപ്പില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അതിനകത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് DJ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ബെല്ലടിച്ച് ഞങ്ങളെല്ലാവരും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഫുൾ പുകയായിരുന്നു. ഫോണിൻ്റെയൊക്കെ കാറ്റ് പോയെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഓക്കെ. നമുക്ക് ഡേ ടു മഴയും ഇതൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലങ്ങനെ ബഹുലമായ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരോ ഏരിയയിൽ നിർത്തുമ്പോഴായിരുന്നു ഞങ്ങൾ ആ ഒരു സത്യാവസ്ഥ മനസ്സിലായത്. തിങ്കളാഴ്ച ആയതുകൊണ്ട് പലയിടത്തും അവധിയായിരുന്നു. ഡാം അങ്ങനെ പല സ്ഥലത്തും അവിടെ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ കൊച്ചു വാട്ടർഫോൾസിലൊക്കെ നിർത്തി അവിടെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ പോവായിരുന്നു. വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നിട്ടിങ്ങനെ മഴ ചാറുമായിരുന്നു. പിന്നെ പോകുന്ന വഴി നമ്മൾ മയിലിനെ കണ്ടു, ഈ പറയുന്ന പോലെ മാനിനെ കണ്ടു, ആനയെ കണ്ടു. ആന ഇങ്ങനെ സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അതായത് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ആ ആനക്കുഞ്ഞും അമ്മേനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ മയിലിനെ കണ്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് ശശിയായിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പിന്നെ അവസാനം ഡാം ദൂരേന്ന് വീഡിയോ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതൊക്കെ ചെറിയൊരു വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടേ. അവിടെ തന്നെ അടുത്ത് മയിലിനെ കണ്ടിട്ട് വീഡിയോ എടുക്കുന്നതാണ്.
പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വലുതായിട്ട് അവിടെ ഇറങ്ങിയില്ല. പിന്നെ എല്ലാ ചെറുതുകളും പാട്ടൊക്കെ കേട്ട് DJ ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് എണീറ്റ് ഭയങ്കര ഡാൻസും ചെറുതും വലുതും എൻജോയ്മെൻറ്റിലായിരുന്നു. അങ്ങനെ നല്ല വൈബടിച്ച് പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് വീടെത്തി. അപ്പോൾ until next video, stay tuned. Bye.